ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർജുൻ ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കുവും അച്ചുവും കൂടി ചന്ദ്രകാന്തത്തിലെ വിരുന്നിനായി എത്തുകയാണ്. ശരിയാണെങ്കിൽ അവര് വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അച്ചുവും രുക്കും അങ്ങോട്ടേക്ക് എത്തുന്നതും ആര്യ പോയി അവരോട് മനസ്സില്ലാ മനസ്സോടെ ദേഷ്യമെല്ലാം മനസ്സിൽ വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അച്ചു ആണെങ്കിൽ ആര്യയോടൊന്നും സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയശങ്കറും ചന്ദ്രയും വിമലയും പുറത്തേക്ക് വരുന്നത്. ചന്ദ്ര എന്നിട്ട് അച്ചുവിനോടും രുക്കുവിനോടും പറയുന്നുണ്ട് അകത്തേക്ക് കയറിവാ എന്ന്. അപ്പോ വിജയശങ്കർ പറയുന്നുണ്ട് അകത്തേക്ക് കയറുന്നതിനു മുന്നേ അച്ചുവിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് വിജയശങ്കർ പറയുമ്പോ എല്ലാവരും തന്നെ ഒരുപോലെ ഷോക്ക് ആവുകയാണ്. പിന്നീട് വിജയശങ്കർ പറയുന്നുണ്ട്, അച്ചു, ഇത് നിന്റെ ഭാര്യ വീടല്ല, ഇനി അങ്ങോട്ട് ഇത് നിന്റെ വീട് പോലെ തന്നെ കാണണമെന്ന് വിജയശങ്കർ പറയാണ്. ഇത് കേട്ട് എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ആര്യ പിന്നീട് പറയുന്നുണ്ട്, സത്യചെറിയച്ചനെ ഇവിടെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, ഇനി ദേഷ്യം വന്ന് റൂമിൽ തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ ദേഷ്യത്തോടെ സത്യൻ പുറത്തേക്ക് വരുന്നുണ്ട്. സത്യന്റെ ആ ഭാവം കാണുമ്പോൾ എല്ലാവർക്കും തന്നെ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. എന്നാൽ തന്റെ ദേഷ്യമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സത്യൻ അച്ചുവിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായി പോവുകയാണ്. എന്നാൽ അച്ചു തിരിച്ച് കൈ കൊടുക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് രുക്കു പറയുന്നുണ്ട് അച്ചു കൈ കൊടുക്കുക എന്ന്. പിന്നീട് സത്യനും അച്ചുവും അങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നീട് സത്യം പറയുന്നുണ്ട്, രുക്കുവിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ അച്ചുവുമായി ഉടക്കുണ്ടാക്കിയത്. ഇതൊക്കെ നീ അങ്ങ് മറന്നു കള. നീ രുക്കുവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെയും സ്നേഹിക്കാം, എന്റെ കുഞ്ഞളിയനല്ലേ നീ എന്നൊക്കെ സത്യം പറഞ്ഞുകൊണ്ട് തകർത്ത് അഭിനയിക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, രുക്കുവിന്റെ സന്തോഷമാണ് അവരുടെ ഏട്ടന്മാരുടെ സന്തോഷം, ഏട്ടന്മാരുടെ സന്തോഷമാണ് എന്റെയും വിമലയുടെ എല്ലാവരുടെയും സന്തോഷം എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് ഒറ്റയ്ക്ക് മാറി നിന്നുകൊണ്ട് സത്യൻ ദിലീപിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട്, ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോ ദിലീപ് ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ ബർത്ത്ഡേ സെലിബ്രേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ സത്യൻ പറയുന്നുണ്ട്, ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, നവദമ്പതിമാർക്കുള്ള ഒരു ട്രീറ്റ് ആണ്, രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് സത്യം പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട്, അവരുള്ളപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോ സത്യം പറയുന്നുണ്ട്, ദിലീപ് എന്തായാലും വരണം, ചുവിനെ വേർപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്, ദിലീപ് എന്തായാലും വരണം, ദിലീപിന് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ സത്യൻ പറയാണ്. ഇതും കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും വിജയശങ്കറും വരുന്നത്. സത്യൻ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നോക്കിയാൽ പോരാ, എന്തായാലും ദിലീപ് ഇന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞ് സത്യൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ചന്ദ്ര സത്യനോട് പറയുന്നുണ്ട്, ദിലീപ് ഇങ്ങോട്ട് വരുന്ന കാര്യം നമ്മള് കൂടി അറിഞ്ഞിട്ടാണെന്ന് ചും രുക്കും ഒരിക്കലും അറിയരുതെന്ന് പറയുകയാണ്. അതിനുശേഷം രാത്രിയിൽ ഭക്ഷണത്തിന് മുന്നേ വിജയശങ്കറും സത്യനും കൂടി ഡ്രിങ്ക്സ് കഴിക്കാനായി തീരുമാനിക്കുകയാണ്. 3 ഗ്ലാസ്സിൽ ഡ്രിങ്ക്സ് ഒഴിച്ചു വെക്കുകയാണ്. വിമല അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതാർക്കാണ് 3 ഗ്ലാസ് എന്ന് ചോദിക്കുമ്പോ സത്യൻ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പൊ 3 ആണുങ്ങളല്ലേ, അപ്പൊ 3 പേർക്കും എന്ന് പറയാണ്. വിമല അപ്പൊ പറയുന്നുണ്ട്, അച്ചു അതിന് കുടിക്കില്ലല്ലോ, നിർബന്ധിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും വിജയശങ്കർ പറയുന്നുണ്ട്, എന്നൊന്നുമില്ലല്ലോ, ഇതിപ്പോ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും രുക്കവും അച്ചുവും കൂടി വരുന്നുണ്ട്. എന്നിട്ട് അച്ചുവിനോട് ഇരിക്കാൻ പറയുകയാണ്. പിന്നീട് അച്ചുവിനോട് ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കാൻ പറയുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്ന്. വിമലയും അപ്പൊ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അച്ചു കഴിക്കില്ലെന്ന്, നിർബന്ധിക്കേണ്ട സത്യേട്ട എന്ന് പറയുമ്പോ സത്യൻ പറയുന്നുണ്ട്, വിമലെ നീ പോയി അടുക്കളയിൽ നിന്ന് ഇതിന്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വായോ എന്ന് പറയാണ്. എന്നിട്ട് വിമലയെ അവിടെ നിന്നും നൈസായി ഒഴിവാക്കുന്നുണ്ട്. അച്ചു ആണെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ മടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇന്ദ്രയും സത്യനും വിജയശങ്കർ എല്ലാം അച്ചുവിനെ നിർബന്ധിക്കുന്നുണ്ട്. പിന്നീട് രുക്കു പറയുന്നുണ്ട്, അച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയാണ്. പിന്നീട് അച്ചു ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. വിജയശങ്കർ അപ്പൊ സത്യനോട് മെല്ലെ ചോദിക്കുന്നുണ്ട്, ദിലീപ് ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോ സത്യൻ പറയുന്നുണ്ട്, ഇപ്പൊ വരുമെന്ന്. പിന്നീട് അവരങ്ങനെ സംസാരിച്ച് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. സത്യനപ്പോ രുക്കുവിനോട് പോയി അതാരാണെന്ന് നോക്കാൻ പറയുന്നുണ്ട്. രുക്കു പോയി വാതിൽ തുറന്നു നോക്കുന്നതും ദിലീപിനെ കാണുന്നതും ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് ദിലീപ് വന്ന് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഇതുവഴി പോയപ്പോൾ സത്യന് ഒരു ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണെന്ന് പറയാണ്. ശരി, ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞ് ദിലീപ് പോവാൻ നിൽക്കുകയാണെങ്കിലും സത്യനും വിജയശങ്കറും പറയുന്നുണ്ട്, എന്തായാലും വന്നതല്ലേ, കുറച്ചു കഴിഞ്ഞിട്ട് പോകാം, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ദിലീപിനും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ദിലീപിനെ കണ്ട് അച്ചുവിനും രുക്കുവിനും അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. ജോഗിങ്ങിന് പോയപ്പോൾ ദിലീപുമായി ഉണ്ടായ സംസാര വിഷയം തന്നെയാണ് അച്ചുവിന്റെ മനസ്സിൽ അപ്പോൾ വരുന്നത്. ദിലീപിനെ കാണുന്തോറും അച്ചുവിന് ആകെ ദേഷ്യം വരികയാണ്. പിന്നീട് ഡ്രിങ്ക്സ് കഴിക്കാൻ മടിച്ചിരുന്ന അച്ചു വീണ്ടും വീണ്ടും ഡ്രിങ്ക്സ് എടുത്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യനും വിജയശങ്കറിനും അപ്പോൾ ആകെ സന്തോഷാവുന്നുണ്ട്. രുക്കുവിനാണെങ്കിൽ അച്ചുവിന്റെ ഈ പ്രവൃത്തി കണ്ട് ആകെ ദേഷ്യം വന്ന് റൂമിലേക്ക് പോവുകയാണ്. അമ്പാട്ട് വീട്ടിലാണെങ്കിൽ എല്ലാവരും രാത്രിയിൽ ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു മനസ്സിൽ ചിന്തി
ചിന്തിക്കുന്നുണ്ട്, ഒന്ന് ഗോൾ അടിച്ചു നോക്കിയാലോ എന്ന് ചിന്തിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്, അച്ചു ഇതുവരെ ചന്ദ്രകാന്തത്തിൽ പോയി ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ, അല്ലെങ്കിൽ അവൻ എങ്ങോട്ടെങ്കിലും പോയാൽ നമ്മളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതാണ്. ഇപ്പോ ആരെയും ഇന്നൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. ചന്ദ്രകാന്തത്തിലെത്തിയപ്പോൾ അവൻ നമ്മളെ എല്ലാവരെയും മറന്നു എന്ന് തോന്നുന്നു എന്ന് മഞ്ജു പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, മറന്നതൊന്നും ആയിരിക്കില്ല, അവൻ ചിലപ്പോൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, തിരക്ക് കാരണം കൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അർച്ചന അപ്പൊ രമ്യയോട് പറയുന്നുണ്ട്, രമ്യ എന്റെ ഫോണൊന്ന് എടുത്തിട്ട് വായോ എന്ന് പറയാണ്. രമ്യ അപ്പോൾ തന്നെ അർച്ചനയ്ക്ക് ഫോണ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് അച്ചുവിനെ വിളിക്കാനായി പോകുമ്പോ എല്ലാവരും തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ചേച്ചി നമ്മൾ വെറുതെ അങ്ങോട്ട് വിളിക്കുന്നത്, അവനൊന്ന് ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർച്ചന പറയുന്നുണ്ട്, അത് ശരിയല്ല, നമുക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അർച്ചന അച്ചുവിനെ വിളിക്കുകയാണ്. എന്നാൽ അച്ചു റൂമിൽ ഫോൺ വെച്ചുകൊണ്ടാണ് താഴേക്ക് ഡ്രിങ്ക്സ് കഴിക്കാനായി പോയത്. എന്നാൽ ആ സമയത്ത് തന്നെയാണ് രുക്കു ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് വരുന്നത്. അച്ചുവിന്റെ ഫോൺ അടിക്കുന്നത് കേട്ട് രുക്കു ഫോൺ എടുത്ത് നോക്കുകയാണ്. അർച്ചന ചേച്ചിയാണെന്ന് അറിയുമ്പോ രുക്കു അച്ചുവിനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ചു ഇതാ ചേച്ചി വിളിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് രുക്കു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അർച്ചന ചേച്ചിയല്ലേ, ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അർച്ചന ചേച്ചി വിളിച്ച വിവരം അവൻ അറിയണ്ട എന്ന്. അർച്ചനയ്ക്കാണെങ്കിൽ അച്ചുവിനെ വിളിച്ചു കിട്ടാത്തതിൽ ആകെ സങ്കടം വരുന്നുണ്ട്. നന്ദനപ്പ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അവൻ മനഃപൂർവ്വം കട്ട് ചെയ്ത് വിട്ടതായിരിക്കുമെന്ന് പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതല്ലേ ചേച്ചി വിളിക്കണ്ടെന്ന്, ഇപ്പൊ എന്തായി എന്നൊക്കെ മുകുന്ദനും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തോടെ ഭക്ഷണം കഴിക്കാതെ അർച്ചന അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.